നമുക്കറിയാം നേപ്പാളിൽ ഇപ്പോൾ ജെൻസിയുടെ ഒരു വലിയ പ്രതിഷേധം നടക്കുകയാണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ എങ്ങനെയാണോ പ്രതിഷേധം വന്നത് അതുപോലെയാണ് നേപ്പാളിൽ വരുന്നത്. ബംഗ്ലാദേശിൽ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായി സംവരണത്തിൻ്റെ പേരിൽ ഈ പ്രതിഷേധം തുടങ്ങി. ആ പ്രശ്നം തീർന്നിട്ടും പ്രതിഷേധം മുന്നിലേക്ക് പോയി. അവസാനം ഷെയ്ഖ് ഹസീന അവിടെ നാട് വിട്ടു പോകേണ്ടി വന്നു. യുനെസ് അവിടെ അധികാരത്തിലേറി. ഇതിന് പിന്നിൽ അമേരിക്കയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇപ്പോൾ നേപ്പാളിൽ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധവും ഇപ്പോൾ ജെൻസി പിള്ളേരുടെ ആവശ്യമെല്ലാം അംഗീകരിച്ച ശേഷവും ഈ പ്രതിഷേധം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ധാരാളം മരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴത്തെ സമാനമായിട്ടുള്ള ഒരു പ്രതിഷേധം തുർക്കിയിലും നടക്കുകയാണ്. അതായത് ഈ ലോകക്രമം മാറി വരുമ്പോൾ ലോകരാജ്യങ്ങൾ അങ്ങിങ്ങ് ഒരു റെജീം ചേഞ്ച് അല്ലെങ്കിൽ ഭരണമാറ്റം നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കലാപങ്ങളിലൂടെയാണ് ഈ ഭരണമാറ്റം ഉണ്ടാകുന്നത്. നമ്മുടെ ഇന്ത്യയിലും അത് നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വോട്ട് ചോരി യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അണുബോംബ് ഇട്ടു, ഇനി ഹൈഡ്രജൻ ബോംബ് ഇടാൻ പോകുന്നെന്ന് പറയുന്നു. അതിനു മുമ്പ് ഇപ്പോൾ പട്ടായയിലോ മലേഷ്യയിലോ നിക്കറിട്ട് രാഹുൽ ഗാന്ധി കറങ്ങി നടക്കുകയാണ്. എന്തായാലും തിരിച്ചു വന്ന ശേഷം അറിയാം രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പോഴിതാ തുർക്കിയിൽ പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. വലിയ ആരോപണങ്ങൾ അയാൾ അവിടെ നേരിടുന്നുണ്ട്. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി ദുർബലപ്പെടുത്താൻ റജബ് ത്വയ്യിബ് എർദോഗനും അദ്ദേഹത്തിൻ്റെ സർക്കാരും ജുഡീഷ്യറിയെ ഉപയോഗിക്കുന്നു. ഇതാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം അടിസ്ഥാനം ഒരു കോടതി വിധിയാണ്. ഇത് ഇസ്താൻബുളിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് കാരണമായത്. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായിരിക്കുകയാണ്. രാജ്യമെമ്പാടും ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ് തുർക്കിയിൽ നിന്ന് റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇസ്താംബുൾ കോടതി 2023 CHPയുടെ വിജയം റദ്ദാക്കിയതോടെ തുർക്കിയിലെ അശാന്തി ആരംഭിച്ചെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പാർട്ടിയുടെ ആഭ്യന്തര തിരഞ്ഞെടുപ്പുകളിലെ ക്രമക്കേടുകൾ, പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിൽ സ്വാധീനിക്കാൻ പണം വാങ്ങിയെന്ന ആരോപണം എന്നിവ വിധിയിൽ പരാമർശിച്ചിട്ടുണ്ട്. തുർക്കിയിലെ ഏറ്റവും വലിയ നഗരവും CHPയുടെ ശക്തി കേന്ദ്രവുമായിട്ടുള്ള ഇസ്താൻബുൾ ആയതിനാൽ കോടതിയുടെ തീരുമാനം വളരെ പ്രധാനമാണ്. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേടിയ വിജയം റസബ് തയ്യിബ് എർദോഗന്റെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും കോടതിയുടെ തീരുമാനത്തിനെതിരെ CHP ചെയർമാൻ ഓസ്ഗുർ ഓസൽ ശക്തമായിട്ടാണ് പ്രതികരിച്ചത്. കോടതി നടപടിയെ ജുഡീഷ്യറി മാർഗങ്ങളിലൂടെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഇയാൾ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച തുർക്കി റിപ്പബ്ലിക്കിന്റെ സ്ഥാപക പാർട്ടിയായിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മുന്നിലെത്തിയ പാർട്ടിയെ അവർ ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളൊരു സ്വച്ഛാധിപത്യ സർക്കാരിനെയാണ് നേരിടുന്നത്. അതുകൊണ്ട് പല്ലും നഖവും ഉപയോഗിച്ച് ഏതു മാർഗത്തെയും അല്ലെങ്കിൽ നമ്മളെ അസ്ഥിരപ്പെടുത്താനുള്ള ഏതു മാർഗത്തെയും ഞങ്ങൾ എതിർക്കും എന്നാണ് അവിടെയുള്ള പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്തായാലും തുർക്കിയിൽ ഇൻ്റർനെറ്റ് സേവനം സമ്പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. CHP രാജ്യവ്യാപകമായ ഒരു ബഹുജന പ്രസ്ഥാനത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഒരു വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രതിഷേധക്കാർ പാർട്ടിയുടെ ഇസ്താൻബുൾ ആസ്ഥാനത്ത് ആളുകൾ ഒത്തുകൂടണമെന്ന് ആഹ്വാനം ചെയ്തു. ഞായറാഴ്ച വൈകുന്നേരത്തോടെ പോലീസ് കെട്ടിടത്തിന് ചുറ്റും ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ധാരാളം ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച പ്രതിപക്ഷ അനുയായികളുടെ ഒരു ചെറിയ സംഖ്യ പാർട്ടി ആസ്ഥാനത്തെത്തി. ചില പ്രകടനക്കാർ പോലീസ് ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചു. തുടർന്ന് പ്രതിഷേധം സംഘർഷഭരിതമായി. പലയിടത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചു. പ്രതിഷേധങ്ങൾ രൂക്ഷമായതോടുകൂടി തുർക്കിയിലുടനീളം ഇൻ്റർനെറ്റ് സേവനങ്ങൾ നിലവിൽ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ തുർക്കിയിലെ നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുവെന്നും രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നിഷേധിക്കുന്നുവെന്നും തുർക്കി സർക്കാർ പറയുന്നു. എന്നിരുന്നാലും CHP ഈ അവകാശവാദങ്ങൾ നിഷേധിച്ച് ഈ സർക്കാർ ഞങ്ങൾ അട്ടിമറിക്കും എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.